ഇറ്റലിയിലെ മോണ്ടിച്ചിയാരിയിൽ വെച്ച് പിയറിന് ഗില്ലി എന്ന നഴ്സിന് മാതാവ് 1947 7 പ്രാവശ്യവും തുടർന്ന് 1966 4 പ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ടു. പിയറിന് ഗില്ലി തന്റെ ഹോസ്പിറ്റലിന്റെ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതത്രേ. ഈ പ്രത്യക്ഷീകരണം നടന്നത് 1947 ഒരു മെയ് മാസത്തിലായിരുന്നു. ഇളം നീല നിറത്തിലുള്ള വസ്ത്രമാണ് അന്ന് മാതാവ് ധരിച്ചിരുന്നത്. ദുഃഖിതയായും കണ്ണീരൊഴുക്കുന്ന വിധത്തിലുമാണ് കാണപ്പെട്ടത്. 3 വാളുകൾ ഹൃദയത്തിൽ തറച്ചു നിന്നിരുന്നു. ഈ വാളുകൾ നൽകുന്ന സൂചന എന്താണെന്ന് മാതാവ് വെളിപ്പെടുത്തി കൊടുത്തു. മൂല്യബോധമില്ലാത്ത ബലിയർപ്പണങ്ങളെയും വഴിപാട് പോലുള്ള വിശുദ്ധ കുർബാന സ്വീകരണങ്ങളെയും ഒരു വാൾ സൂചിപ്പിക്കുന്നത്രേ. അവിശ്വസ്തരും ദൈവവിളി ഉപേക്ഷിച്ചു പോയവരുമായ പുരോഹിതരെയും സമർപ്പിതരെയുമാണ് രണ്ടാമത്തെ വാൾ അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ വാൾ വിശ്വാസത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുക, പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക, ഇത്രമാത്രം പറഞ്ഞ് മാതാവ് അപ്രത്യക്ഷയായി. 1947 ജൂലൈ 13 മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അന്ന് വെള്ള വസ്ത്രമായിരുന്നു പരിശുദ്ധ അമ്മ ധരിച്ചിരുന്നത്. 3 വാളുകളുടെ സ്ഥാനത്ത് വെള്ളയും ചുമപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള 3 റോസാപ്പൂക്കളായിരുന്നു അന്ന് പിയറിന് ഗില്ലി കണ്ടത്. ഈ പൂക്കൾ നൽകുന്ന സൂചനകളെക്കുറിച്ചും മാതാവ് പറഞ്ഞുകൊടുത്തു. വെള്ള പ്രാർത്ഥനയെയും ചുവപ്പ് പരിത്യാഗത്തെയും മഞ്ഞ പ്രായശ്ചിത്തത്തെയും ആണ് പ്രതിഫലിപ്പിക്കുന്നത്. ആരാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് അതുവരെയും വെളിപ്പെടുത്താതിരുന്നതിനാൽ പിയറിന് ഗില്ലി മാതാവിനോട് അതേപ്പറ്റി അന്വേഷിച്ചു. യേശുവിന്റെയും നിങ്ങളുടെയും അമ്മയാണ് ഞാനെന്ന് പരിശുദ്ധ അമ്മ പ്രത്യുത്തരിച്ചു.